ബൂസൂരി റളിയല്ലാഹു അൻഹു പാടി പറഞ്ഞു തരുമ്പോൾ, മനുഷ്യ നാം ചിന്തിക്കേണ്ട വിഷയം എന്താണ്? ഈ രണ്ട് ഗുണത്തിൽ നാം ചിന്തിക്കേണ്ട വിഷയം എന്താണ്? സ്വലാത്ത് വർദ്ധിപ്പിക്കണേ, സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടം ലഭിക്കണമെങ്കിൽ മോനെ സ്വലാത്ത് ചൊല്ലണേ. നബി തങ്ങൾ അങ്ങേറ്റം ഇഷ്ടം വെക്കണേ, എല്ലാത്തിനേക്കാളും ഇഷ്ടം വെക്കണേ. എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത്? ഒരു ദിവസം വരാനുണ്ട്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അല്ലമ അൽ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറായ ഇബ്നു കസീറിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഒരു ഘട്ടം വരാനുണ്ട് മോനെ, ഒരു ഘട്ടം വരാനുണ്ട്. എല്ലാവരും സ്വന്തം നഫ്സിന് വേണ്ടി ഓടുന്ന സമയം, എല്ലാവരും സ്വന്തം നഫ്സിന് ഓടുന്ന സമയം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അതേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള എല്ലാ അംബിയ മുർസലീങ്ങളും അവിടുന്ന് ചിന്തിക്കുന്നത്, ഞാനൊന്ന് വിജയിച്ചാൽ മതിയായിരുന്നു, ഞാനൊന്ന് സ്വർഗത്തിലെത്തിയാൽ മതിയായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലോ ഞങ്ങൾക്ക് സഹായിക്കാനുള്ളത് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പറയട്ടെ, എന്തിനേറെ പറയണോ? സ്വന്തം മാതാപിതാക്കൾ പോലും, സ്വന്തം മക്കൾ പോലും മോനെ ഉപകാരത്തിന് കിട്ടൂല. യൗമലായം ഫഉമാലുൻ വലാ ബനൂൻ. നീ ഉണ്ടാക്കിയ ഒരു ദുനിയാവിൽ ഉണ്ടാക്കിയ ഒരൊറ്റ സമ്പത്തും നിനക്ക് അവിടെ നിന്ന് ഉപകാരപ്പെടൂല മോനെ. നിന്റെ മക്കൾ ഉപകാരപ്പെടൂല. നീ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളും നീ ഉണ്ടാക്കിയ ഒരുപാട് സമ്പത്തുകൾ ഈ ദുനിയാവിൽ അതങ്ങനെ ബാക്കിയാണ്. നിനക്ക് ഉപകാരപ്പെടുന്ന അമലേതാണ് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുക. അത് മാത്രം തന്നെയാണ് നിനക്ക് ഉപകാരപ്പെടുക. ഞാൻ പറഞ്ഞു വന്നത് മോനെ, നിന്റെ സ്വന്തം മാതാപിതാക്കൾ പോലും നാളെ അല്ലാഹുവിനോട് കംപ്ലൈന്റ് പറയും. എന്താണ്? അതേ, ഇന്ന സ്ഥലത്ത് ഇന്നതുമായി ബന്ധപ്പെട്ട് എന്റെ വാക്കിനെ ലംഘിച്ചവനാണ് ഈ മകനാകുന്ന ഇദ്ദേഹം, അതുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുത്ത അമല് നീ എനിക്ക് തരണേ അല്ലാഹ് എന്ന് മക്കൾ പരാതി പറയും. നേരെ മറിച്ചും പറയും സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മോനെ, വല്ലാത്ത ഘട്ടമാണ്. ചിന്തിച്ചാൽ ഒരു പിടികിട്ടാത്ത മനുഷ്യേ, ഒരു പിടികിട്ടാത്ത ഘട്ടമാണ്. അതുകൊണ്ട് മനുഷ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ഒരു അവിടുന്ന് ഒരു സത്യവിശ്വാസിക്കും ജയിക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അതാണ് ഞാൻ പാടിയത്. വൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിബീ. തങ്ങളുടെ പ്രതീക്ഷ മാത്രമാണ്, തങ്ങളില്ലാതെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. അത് ഞാനായാലും നിങ്ങളോടായാലും ഞാൻ പറയട്ടെ, തങ്ങളവർ